കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ക്ലിനിക്കൽ ലാബ് പ്രവർത്തനം തുടങ്ങി. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ക്ലിനിക്കൽ ലാബ് ആരംഭിച്ചത്. യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ക്ലിനിക്കൽ ലാബ് ഉദ്ഘാടനം ചെയ്തത്. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങൾക്ക് വേണ്ടി തുടങ്ങുന്ന, ചിലപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, പഞ്ചായത്തിൽ നടന്ന കാര്യങ്ങളോട് അവർക്ക് അഭിപ്രായ വ്യത്യാസവും രേഖപ്പെടുത്താൻ അവകാശമുള്ളവരാണ് നമ്മുടെ മനുഷ്യര്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടന വിശ്വസിക്കുന്ന നമ്മൾക്ക് എല്ലാത്തിനും അവകാശമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു നല്ല കാര്യം വരുമ്പോൾ അതിൽ നിന്ന് പിണങ്ങി മാറി നിൽക്കുന്നത് ശരിയല്ല. ആധുനിക കാലഘട്ടത്തിലെ ജനപ്രതിനിധികളുടെ ചില ശൈലികൾ എനിക്കിഷ്ടമല്ല കേട്ടോ, ഞാൻ തുറന്നു പറയാറുണ്ട്. ചിലർക്ക് പടം വെച്ചില്ലേ വരത്തില്ല, ചിലരങ്ങനെ അഴക്കിടും. എന്തിനാന്ന് ഒരു പടം? ജനങ്ങളുടെ മനസ്സിലല്ലേ നമ്മുടെയൊക്കെ പടമൊക്കെ വേണ്ടത്. സ്നേഹത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും ചേർത്ത് പിടിക്കലിന്റെയും ആളുകളായി ജനപ്രതിനിധികൾ മാറിയില്ലെങ്കിൽ, ജനപ്രതിനിധി വഷളായാൽ ജനം എങ്ങനെ നന്നാവും? ഞങ്ങൾ ഒഴുക്കിനോടൊപ്പം ഒഴുകി പോകാൻ വേണ്ടിയല്ലല്ലോ നിങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നേ, അല്ലേ? ഒഴുക്കിനെതിരെ നീന്തണം. അത് സ്ട്രഗ്ലിംഗ് ആണ്. പഞ്ചായത്ത് പ്രസിഡന്റ് S. പവനനാഥൻ അധ്യക്ഷത വഹിച്ചു. ഇപ്പൊ നമുക്ക് 9 മണി മുതൽ 3 മണി വരെ നമ്മളിപ്പം സമയം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ദേവികുളങ്ങര പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു പ്രവർത്തനം കൂടെയാണ് ഹെൽത്ത് സെന്ററിൽ. നമ്മുടെ പഞ്ചായത്ത് 4 വർഷക്കാലം കൊണ്ട് ദേവികുളങ്ങര പഞ്ചായത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനോപകാരപ്രദമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. അത് ഏത് മേഖല എടുത്താലും നമ്മുടെ ഒരു ടച്ച് ഉണ്ടാവും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D. അംബുജാക്ഷി മുഖ്യപ്രഭാഷണം നടത്തി. ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടവരല്ലേ ജനപ്രതിനിധികൾ, അല്ലേ? ഒരു പക്ഷേ ജനങ്ങൾ ജനപ്രതിനിധിക്ക് മുകളിലാണ്, ഒരു പക്ഷേ എന്നല്ല ആണ്. അവരുടെ വോട്ടാണ് നമ്മളുടെ സ്ഥാനങ്ങൾക്ക് കാരണം. അപ്പൊ അവരോട് ചെയ്യുന്ന ഒരു വഞ്ചനയല്ലേ ഈ വിട്ടുനിൽക്കൽ എന്നാണ് എന്റെയും ചോദ്യം. S. രേഖ സ്വാഗതം പറഞ്ഞു. വാർഡംഗങ്ങളായ രജനി ബിജു, ലീന, CDS ചെയർപേഴ്സൺ ഇന്ദിരാഭായ്, R. ശശിധരൻ, ജയ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.